NMMSC 2023 ക്ലാസ് 8 സാറ്റിലെ ബയോളജി പാർട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം: മഷ്റൂംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം. കുമിളുകൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ് എന്ന ചോദ്യം. ഇവിടെ കിങ്ഡത്തിലെ 5 കിങ്ഡം വർഗീകരണത്തിൽ 4 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫംഗി കൊടുത്തിട്ടുണ്ട്, ഫംജെ, പ്രോട്ടിസ്റ്റ, മൊണീറ, അനിമാലിയ. 5 കിങ്ഡം വർഗീകരണത്തിലെ ക്ലാസിഫിക്കേഷനിൽ 4 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുമിളുകൾ ഉൾപ്പെടുന്ന കിങ്ഡം അതായത് ഫംഗി ആണ്. കുമിളുകൾ ഉൾപ്പെടുന്ന കിങ്ഡം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് മൊണീറയാണ്. മൊണീറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് മൊണീറ ആൻഡ് വിത്തൗട്ട് ന്യൂക്ലിയസ്. അതിന് നമ്മൾ പ്രോ കാരിയോട്ടിക് എന്ന് പറയുന്നത്. യൂണി സെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ് ആൻഡ് പ്രോ കാരിയോട്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഏതാണ്? ബാക്ടീരിയകളാണ്. ബാക്ടീരിയകൾ വരുന്നത് ഇതാണ്. റൈസോബിയം ബാക്ടീരിയ തുടങ്ങിയ ബാക്ടീരിയ വിഭാഗത്തിൽപ്പെട്ട എല്ലാം വരുന്നത് മൊണീറയിലാണ്. രണ്ടാമത്തെ വർഗീകരണത്തിൽ വരുന്ന സെക്കൻഡ് സ്റ്റേജിലെ ക്ലാസിഫിക്കേഷനാണ് ഏത്? പ്രോട്ടിസ്റ്റ. ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് തന്നെയാണ്. ഇവിടെ ഡിഫറൻറ്റ് എന്താണ്? ഇതിൽ വിത്ത് ന്യൂക്ലിയസ്. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ഇവിടെ എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അമീബ, യുഗ്ലിന, പ്ലാസ്മോഡിയം, എൻഡോമോബ എന്നതൊക്കെ വരുന്നത് ഈ പ്രോട്ടിസ്റ്റ വർഗീകരണത്തിലാണ്, ഈ ക്ലാസ്സിലാണ് വരുന്നത്. അടുത്തതാണ് ഫംഗി. ഫംഗി വരുന്നത് നമുക്കറിയാം നോൺ മൊട്ടൈലാണ്, ചലനത്തിന് കഴിയാത്ത യൂണി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാറും ഇതിൽ വരാം. ഹെട്രാട്രോപിക് ഓർഗാനിസംസ് അതായത് പരാത ജീവിതത്തിൽപ്പെട്ട സസ്യങ്ങളും ഇതിൽ വരാം. ഇതൊരു നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഫംഗി എന്ന് പറയുന്നത് നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളുടെ മഷ്റൂംസ് വരുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പെൻസിലിയം ഇതൊക്കെ പറയുന്നത് ഇതിൽ പെട്ടതാണ്. ഇതിൽ മഷ്റൂംസ്, ഈസ്റ്റ്, പെൻസിലിയം എന്നൊക്കെ പറയുന്നത് കുമിളുകൾ പെട്ടതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ പറയാത്ത ഒന്ന് വരുന്നത് ഈ 3 ക്ലാസ്സിന് ശേഷം വരുന്നതാണ് പ്ലാറ്റെ. പ്ലാറ്റെ വരുന്നത് ഓട്ടോട്രോപിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ. അതിലാണ് പ്ലാന്റ്സും ആൽഗിയും ബ്രയോഫൈറ്റ്സ് ഒക്കെ വരുന്നത് വർഗീകരണത്തിലാണ് വരുന്നത്. പിന്നെ അടുത്ത 5ാമത്തെ നമ്മൾ 1 പറഞ്ഞു, സെക്കൻഡ് പറഞ്ഞു, 3ാമത്തെ പറഞ്ഞു, 4ാമത്തെ നമ്മളിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ 5ാമത്തെയാണ് നമ്മളുടെ അനിമേലിയ വരുന്നത്. ഹെട്രോട്രോപിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ലോക്കോമോട്ടറിക് കപ്പാസിറ്റി ഉണ്ടായിരിക്കും, ചലിക്കാൻ കഴിയുന്ന ഇതിൽ പെടുന്നതാണ്. അതായത് നമ്മളുടെ അനിമൽസ് ഒക്കെ വരുന്നത് ഇതിലാണ്, ഈ അനിമേലിയ എന്ന് പറയുന്ന ഇതിലാണ് വരുന്നത്. അടുത്തത് പെരിസ്റ്റാൾസിസ് നടക്കുന്നത് ഡേഷിലാണ്. പെരിസ്റ്റാൾസിസ് നമുക്കറിയാം ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. നാഡീവ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, പ്രത്യുത്പാദന വ്യവസ്ഥ, നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിൽ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് പെരിസ്റ്റാൾസിസ്. അതായത് അന്നനാളം, യൂസിഫാഗസ്, അതുപോലെ തന്നെ ആമാശയം. ഈ ആമാശയത്തിന് വെച്ച് നടക്കുന്ന അന്നനാളം മുതൽ ആമാശയം വരെ വെച്ച് നടക്കുന്ന ദഹന വ്യവസ്ഥയിൽ നടക്കുന്ന മർദ്ദം കൊണ്ടുണ്ടാക്കുന്ന പ്രവർത്തനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇത് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം: കായിക പ്രത്യുൽപാദനം മാത്രം ഉൾക്കൊള്ളുന്ന ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചൂസ് ദ പെയർ വിച്ച് ഇൻക്ലൂഡ്സ് ഓൺലി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഒട്ടിക്കൽ വർഗസങ്കരണം, ഗ്രാഫ്റ്റിംഗ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ. സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പതിവയ്ക്കൽ, ഒട്ടിക്കൽ, ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. അടുത്തത് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ടിഷ്യൂ കൾച്ചർ, വർഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, ആൻഡ് ബഡ്ഡിംഗ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ, മുകളം, ഒട്ടിക്കൽ ആൻഡ് വർഗസങ്കരണം. കായിക പ്രചരണം എന്ന് പറയുമ്പോൾ അതിൽ എലിമിനേറ്റ് ചെയ്യേണ്ടത് വർഗസങ്കരണമാണ് ഒന്ന്. ഈ വർഗസങ്കരണം ഇവിടെയുണ്ട്, ഹൈബ്രിഡൈസേഷൻ. ഈ വർഗസങ്കരണം ഇവിടെയുണ്ട്. ദർഫോർ ഈ വന്നതോടുകൂടി ഇതിന് 3ന്റെയും ചാൻസ് ഇവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചറും എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഈ ഒട്ടിക്കൽ ഓക്കെയാണ്, പതിവയ്ക്കലും ഒട്ടിക്കലും ഓക്കെയാണ്, മുകളും ഒട്ടിക്കലും ഓക്കെയാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് 2 കോളങ്ങൾ തമ്മിൽ ചേരുംപടി ചേർത്ത് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മാച്ച് ദ 2 കോളംസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. സെറികൾച്ചർ എന്ന് പറയുന്നത് ഈ കൊടുത്തതിൽ
നമുക്കറിയാം പട്ടുനൂൽ പുഴു കൃഷി വളത്തിലാണ്, അതായത് സിൽക്ക് വർമാണ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്, പഴം പച്ചക്കറിയാണ്. എപ്പി കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച കൃഷിയാണ്. എപ്പി കൾച്ചർ എന്ന് പറയുന്നത് ഹണിബി ആണ്. പിസി കൾച്ചർ എന്ന് പറയുന്നത് മുയൽ ആണ്. പിസി കൾച്ചർ എന്ന് പറയുന്നത് റാബിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഈ ആൻസർ വെച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഇരട്ട സ്ഥലമുള്ള കോശാംഗം ഏത് എന്നാണ് ചോദ്യം. അതായത് മർമ്മം പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ന്യൂക്ലിയസ്. ഫേനം വാക്വോൾ. റൈബോസോം പറഞ്ഞിട്ടുണ്ട്. ലൈസോസോം. ഇത് കോശത്തിൻ്റെ പാർട്സ് ആണ്, അതായത് ഓർഗനലിലെ പാർട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ മർമ്മമാണ്. ഇരട്ട സ്ഥലമുള്ള കോശാംഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. മർമ്മമാണ് ഒരു കോശത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്, സെൻട്രൽ എന്ന് പറയുന്നത്. ഫേനം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശത്തിലെ ഘടകമാണ്. കോശത്തിൻ്റെ ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്നതാണ് ഫേനം. റൈബോസോം നമുക്കറിയാം പ്രോട്ടീൻ നിർമ്മാണ ശാലയാണ് റൈബോസോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡ് ബാഗാണ്, ആത്മഹത്യാ സഞ്ചികളാണ്. ഈ കോശത്തിന് നാശകരമായിട്ടുള്ള സാധനങ്ങളെയൊക്കെ ഇതിലെത്തിച്ചുകൊണ്ടാണ് നശിപ്പിക്കുന്നത്. ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡ് ബാഗ്സ് എന്നറിയപ്പെടുന്ന കോശത്തിൻ്റെ അംഗമാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കാൾ ലിനേയസ് ഈസ് ദ ഫാദർ ഓഫ് ബോട്ടണി. കാൾ ലിനേയസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. ഇത് പ്രസ്താവന തെറ്റാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവും ബോട്ടണിയുടെ പിതാവും അതുപോലെ തന്നെ സുവോളജിയുടെ പിതാവും നമുക്കറിയാം അരിസ്റ്റോട്ടിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പിതാവ്. ഇപ്പൊ കാൾ ലിനേയസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവെന്ന് തെറ്റാണ്. കാൾ ലിനേയസ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ആളാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് കാൾ ലിനേയസിന്റെ സംഭാവനയായിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തത് ജോൺ റേ സ്പീഷീസ് എന്ന പദം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് കറക്റ്റ് ആൻസറാണ്. ജോൺ റേ ആണ് സ്പീഷീസ് എന്ന പദം ഉപയോഗിച്ചത്. തേർഡ് കൊടുത്തിട്ട് കാൾവോസ് 5 കിങ്ഡം വർഗീകരണം ഉപയോഗിച്ചു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾവോസ് 5 കിങ്ഡം അല്ല 6 കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞു. കാൾവോസ് നമ്മൾ നേരത്തെ പറഞ്ഞ മൊനീറയിലെ ഫസ്റ്റ് ക്ലാസ്സിനെ വീണ്ടും ഒന്നുകൂടി ഡിവൈഡ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ 5 കിങ്ഡത്തെ 6 കിങ്ഡമായി അവതരിപ്പിച്ച ആളാണ് കാൾവോസ്. ചരകൻ ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. ചരകൻ പ്രപ്പോസ്ഡ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇതിൽ ചരകൻ നമുക്കറിയാം ആയുർവേദത്തിന്റെ പിതാവാണ് ചരകൻ. ദ്വിനാമ പദ്ധതി 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. കാൾ ലിനേയസ് ആണ് ഇതിന്റെ ആവിഷ്കർത്താവ്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ കൃഷിരീതി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയാണ്, ജലം ഉപയോഗിക്കാതെയുള്ള കൃഷിരീതിയാണ്. എയറോപോണിക്സും മണ്ണുപയോഗിക്കാതെ, ഇത് രണ്ടും മണ്ണുപയോഗിക്കാതെയുള്ള കൃഷിരീതിയാണ്. ഇവിടെ എയറിലേക്ക് റൂട്ട്സിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നടത്തുന്ന കൃഷിരീതി. പോളിഹൗസ് ഫാമിങ്ങും കൃഷിരീതി തന്നെയാണ്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് കൃഷിരീതിയല്ല, നമ്മുടെ പുതിയ ടിഷ്യൂ നിർമ്മിക്കുന്ന കോശങ്ങളിൽ നിന്ന് വിത്തുൽപാദനം, അതുപോലെ തന്നെ കോശങ്ങളിൽ നിന്ന് ജീവികളെ സൃഷ്ടിക്കുന്ന പ്രോസസ്സാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഘടനാതലങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോർ ചാർട്ട് ശ്രദ്ധിക്കുക. എ ബി എന്നിവ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക. സെല്ല് എ, ഓർഗൻ ബി, ഓർഗാനിസം പറഞ്ഞിട്ടുണ്ട് ജീവി. കോശം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് കല, കോശാംഗം, കല, അവയവ്യവസ്ഥ കല കൊടുത്തിട്ടുണ്ട്. അപ്പൊ എയുടെ അവിടെ കോശം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എ കലയാണ്. എ എന്ന് പറയുന്നത് കല ആണ്, ടിഷ്യൂ. അവിടുന്ന് അവയവവും. ബി വരുന്നത് അവയവ വ്യവസ്ഥയാണ്. അപ്പോൾ ടിഷ്യൂ പിന്നെ അവയവ വ്യവസ്ഥ വരുന്നു. അപ്പോൾ ടിഷ്യൂ ആൻഡ് ഓർഗൻ സിസ്റ്റം ഇതിലേക്കാണ് ഇത് വരുന്നത്. അവിടുന്ന് പിന്നെ ജീവി ഉണ്ടാവുന്നു. IP എന്നത്
എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ. IPM അതിൻ്റെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്നാണ്. IPM എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആൻസറാണ് കീട നിയന്ത്രണ മാർഗ്ഗമാണ്. ദറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കീടങ്ങളെ നമുക്കൊരിക്കലും ഫുള്ളായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ അവയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പറ്റുന്നത്. ദർ ഇസ് എൻ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ. ഇൻ്റഗ്രേറ്റഡ് സംയോജിതമായി പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല മാർഗത്തിലൂടെ കീടത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പല മാർഗ്ഗങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രോസസ്സാണ് IPM എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ട്രാപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൾച്ചറൽ, അതായത് ഈ കൃഷി രീതി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന വിള അടുത്ത സമയത്ത് ചെയ്യുന്നില്ല, അത് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബയോളജിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കീടങ്ങളെ പ്രയായിട്ട് ഇരകളായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ കൃഷിക്ക് യൂസ്ഫുൾ ആയിട്ട് വേറെ ജീവികൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ ഈ കീടങ്ങൾ പ്രയായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നു. പിന്നെ കെമിക്കലായിട്ടാണ് സാധാരണ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു മാർഗ്ഗം കെമിക്കലായിട്ടാണ്. കെമിക്കലായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിന്നെ രാസ കീടനാശിനികൾ അതുപോലെ തന്നെ ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് നിയന്ത്രിക്കുന്നു. അടുത്ത ചോദ്യം, യോജകകല മാത്രം ഉൾപ്പെടുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ഓൺലി കണക്റ്റീവ് ടിഷ്യൂ. യോജകകല എന്ന് പറയുന്നത് നമുക്കറിയാം ടിഷ്യൂസിനെ പരസ്പരം, രണ്ട് വ്യത്യസ്ത ടിഷ്യൂസിനെ പരസ്പരം യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂസാണ് യോജകകലകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് തരുണാസ്ഥിയാണ്, കാർട്ടിലേജ്, പിന്നെ മസിൽ കൊടുത്തിട്ടുണ്ട്, അതായത് പേശി. ഇതിൽ തരുണാസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ യോജകകലയാണ്, എന്നാൽ പേശി എന്ന് പറയുന്നത് നമ്മുടെ വ്യത്യസ്തതിനെ യോജിപ്പിക്കുന്നതിൽപ്പെട്ടതല്ല പേശി. ബോൺ, അതായത് അസ്ഥി, ഒരു യോജകകലയിൽപ്പെട്ടാണ്. ട്രക്കീഡ് കാര്യമായിട്ട് പ്ലാന്റ്സിലാണ് വരുന്നത്, ഇതൊരു യോജകകലയിൽപ്പെട്ടതല്ല. ബ്ലഡ്, ബോൺ നമ്മൾ പറഞ്ഞ പോലെ യോജകകലയാണ്. ബ്ലഡും യോജകകലയാണ്, ബ്ലഡും ബോണുമാണ് ഇതിൻ്റെ ആൻസർ. പേശി നമ്മൾ കൊണ്ടുകൂടെ യോജകകലയല്ല ആണുള്ളത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് C ആണ്.